ഭീതിയിൽ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചു. കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്ന കന്യാസ്ത്രീകളുടെ ഭീഷണി തിരിച്ചടിയാകുമെന്ന് ഭയന്നാണ് പെട്ടെന്ന് തീരുമാനം കൈക്കൊണ്ടതെന്ന് അറിയുന്നു. കോട്ടയം SP ഹരിശങ്കറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കുറ്റപത്രം സമർപ്പിക്കുവാൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതി ലഭിച്ചെന്നും ചൊവ്വാഴ്ച ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞു. ഇതോടെ കുറ്റപത്രം വൈകുന്നുവെന്നാരോപിച്ച് സേവ് അവർ സിസ്റ്റേഴ്സ് ആക്ഷൻ കൗൺസിൽ എറണാകുളത്ത് സംഘടിപ്പിക്കാനിരുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ എറണാകുളത്ത് ചേർന്ന അടിയന്തര യോഗത്തിന് ശേഷമാണ് തീരുമാനം. ശനിയാഴ്ച വൈകിട്ട് എറണാകുളം വഞ്ചി സ്ക്വയറിൽ വിശദീകരണ യോഗം ചേരും. അതിനുശേഷം പുതിയ നിലപാടുകൾ പ്രഖ്യാപിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. കുറ്റപത്രം ഉടൻ സമർപ്പിക്കാമെന്ന് പോലീസ് അറിയിച്ച സാഹചര്യത്തിൽ കുറവിലങ്ങാട് മഠത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകൾ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും. ചൊവ്വാഴ്ച വരെ കാത്തുനിൽക്കുമെന്നും വീണ്ടും വൈകുന്ന സാഹചര്യമുണ്ടായാൽ കന്യാസ്ത്രീകൾ സമരത്തിനിറങ്ങുമെന്നും സേവ് അവർ സിസ്റ്റേഴ്സ് ഭാരവാഹികൾ വ്യക്തമാക്കി. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 21-നാണ് ജലന്ധർ രൂപത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്തത്. 3 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലായിരുന്നു അറസ്റ്റ്. കുറവിലങ്ങാടെ മഠത്തിൽ വെച്ച് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൻ പീഡിപ്പിച്ചെന്ന പരാതിയുമായി കന്യാസ്ത്രീ 2017 ജൂൺ 27-നാണ് പോലീസിനെ സമീപിച്ചത്. കൃത്യമായ സാക്ഷിമൊഴികളും തെളിവുകളും ഉണ്ടായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായി. വിവിധ സഭകളിലെ ഉന്നതർ സർക്കാരിലും LDF-ലും സ്വാധീനം ചെലുത്തിയാണ് അറസ്റ്റ് വൈകിച്ചതെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. അറസ്റ്റ് വൈകിയതിനെ തുടർന്ന് കന്യാസ്ത്രീകൾ ഹൈക്കോടതിക്ക് മുന്നിൽ സമരം നടത്തിയിരുന്നു. അവിടേക്ക് VS ഒഴികെയുള്ള ഒരു നേതാവും തിരിഞ്ഞു നോക്കിയില്ല. അതും വിമർശനത്തിന് വഴിവെച്ചിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ പലരും സമരത്തിന് പിന്തുണ അറിയിച്ചു. കുറവിലങ്ങാട് മഠത്തിലെ 5 കന്യാസ്ത്രീകൾ എറണാകുളം വഞ്ചി സ്ക്വയറിലാണ് പ്രത്യക്ഷ സമരം നടത്തിയത്. ദേശീയ ശ്രദ്ധയാകർഷിച്ച ഈ സമരത്തിനൊടുവിലായിരുന്നു ബിഷപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ അറസ്റ്റ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും കേസിലെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഇതിനിടെ ബിഷപ്പ് അനുകൂലികൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നുവെന്ന പരാതിയുമായി കേസിലെ സാക്ഷികളായ കന്യാസ്ത്രീകൾ രംഗത്ത് വരികയും ചെയ്തു. കഴിഞ്ഞ മാർച്ച് 19-ന് കേസിലെ സാക്ഷികളായ കന്യാസ്ത്രീകൾ കോട്ടയം SP-യെ നേരിട്ടുകണ്ടാണ് കുറ്റപത്രം വൈകുന്നതിൽ പ്രതിഷേധം അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.